മക്കളെ നമ്മൾ കോഡിങ്ങും ഡീകോഡിൻ്റെയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ നമ്മളെ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ എന്ന് പറയുന്നത് 1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ANT എന്ന് പറയുന്നത് 11420 ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ പാറ്റേണിൽ നമുക്ക് ADMI എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. എന്താണ് A 1 ആയിട്ടും ANT എന്തായിട്ടുണ്ട് മക്കളെ, 1 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. ANT എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, ANT 11420 ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ADMI എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ADMI ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സോ മക്കൾ, ഇവിടെ തന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്യുന്ന രീതി പഠിച്ചോ. ഇവിടെ തന്നുള്ള പാറ്റേൺ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് പോയിട്ട് നമ്മൾ മനസ്സിലാക്കും എന്താണ് ആ ഒരു പാറ്റേൺ. റെഡി? നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, നമ്മളെ ടേബിളിലേക്ക് പോയി മനസ്സിലാക്കും. സോ A എന്ന് പറയുന്നത് 1 ആണ്, നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ A എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 1 ഉണ്ട്. ബാക്കി Nനും Tക്കും കൂടെ വാല്യൂ ഉണ്ട്. Nന് Tക്കും ബാക്കി ഈ വാല്യൂസ് Nനും Tക്കും ഉള്ളതാണ്. അപ്പം നമ്മൾ ടേബിളിലേക്ക് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് നമ്മളെ ടാബിൽ Nന് നേരെ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 14 കിട്ടിയിട്ടുള്ളത്. അതുപോലെ Tക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 20 കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും Nൻ്റെ വാല്യൂ 14ഉം Tയുടെ വാല്യൂ എന്തായിരിക്കും, 20 ആയിരിക്കും. നമുക്ക് നേരെ പോയി നോക്കിയാൽ മനസ്സിലാകും Nൻ്റെ ഈ വാല്യൂ ഇവിടെ എത്രയാണുള്ളത്, 14 ഉണ്ട്. Tക്ക് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്, 20 വാല്യൂ ഉണ്ട്. സോ നമുക്ക് മനസ്സിലായി ആ ലെറ്റേഴ്സിൻ്റെ സ്ഥാനം, ആ ലെറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പേഴ്സാണ് എന്ത്, ഇവരുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നിട്ടുള്ള ഈ ലെറ്റേഴ്സിൻ്റെ നമ്പറുകൾ എഴുതിയാൽ, ഈ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ADMIനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ A എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ D എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, നമുക്ക് നേരെ നമ്മുടെ പാറ്റേണിലേക്ക് പോയിക്കാൽ D എന്ന് പറയുന്ന വാല്യൂ 4 അതുപോലെ D എന്ന് പറയുന്ന വാല്യൂ 4 കിട്ടി. ഇനി നമുക്ക് എമ്മും ഐയും കൂടെ കാണാനുണ്ട്. നേരെ പോയി നോക്കണു, നമ്മുടെ എമ്മിനുള്ള വാല്യൂ എന്താണ്, 13 ഐക്കുള്ള വാല്യൂ എന്താണ്, 9. റെഡി? നേരെ ഇവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. എമ്മിൻ്റെ വാല്യൂ 13, ഐയുടെ വാല്യൂ എന്താണ്, 9. 14139 ഇവിടെ കിടക്കുന്നു നമ്മുടെ ഓപ്ഷൻ. റെഡിയല്ല മക്കളെ? സിമ്പിളായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്തില്ലേ. എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യേണ്ടതും ആ പാറ്റേൺ നമുക്ക് തന്നിട്ടുള്ള ടാബിലല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ആദ്യം എഴുതുന്ന ആ ടാബിൽ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നേരെ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ആ ടാബിൾ നോക്കി നമ്മൾ മനസ്സിലാക്കിയാൽ നേരെ നമുക്ക് കിട്ടിയ സാധനത്തിന് നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കും. റെഡി? ആ സാധനം റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ.